ഇന്നലെ ഗംഭീര മഴയും കാറ്റായിരുന്നു. നമ്മുടെ താൽക്കാലിക മഴമറ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ചുറ്റുമതിൽ കുറച്ച് ഹൈറ്റുള്ളതുകൊണ്ടായിരിക്കാം കാറ്റൊന്നും പിടിച്ചിട്ടില്ല. നല്ല മഴക്കാലമാകുമ്പോഴേക്കും നാല് കാലിൽ ഇതൊന്ന് ഉറപ്പിക്കണം, ഉഷാറാക്കണം, ഒരു ഭംഗിയായിട്ട് ചെയ്യണം. നമ്മൾ ഈ വേസ്റ്റ് ഇടുന്നത് ആ ഭാഗം നല്ല ഭംഗിയുള്ള ഒരു രീതിയിലേക്കാക്കി മാറ്റണം. അന്ന് നമ്മളൊരു 10 കിലോ ഇനോക്കുലം ഒരു ചാക്ക് ചരിച്ചോറും വാങ്ങിച്ചിരുന്നു. ഇതിൽ കുറച്ച് ഭാഗമാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്, അല്ലാണ്ട് ചാക്ക് കണക്കിനൊന്നും ഇതിൽ ചൊരിഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാർ തന്നെ അത് ചാക്ക് കണക്കിന് ചൊരിഞ്ഞാലതുണ്ട്. അപ്പോൾ അന്ന് ഒരു മാസത്തിന് ശേഷം ഞാൻ കുറച്ച് മിക്സ് ചെയ്താണ്. ഇന്നും നല്ല കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അത് നിൽക്കുന്നുണ്ട്, ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ലാണ്ട് നമ്മളെ വേസ്റ്റൊക്കെ കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടുള്ളൂ, അല്ലാണ്ട് ചാക്കണക്കിനൊന്നും കൊടുത്ത് കൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഞാൻ ചാക്കിലുള്ളത് നമ്മൾ 6-7 മാസം വരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, അത്രത്തോളം ബാക്കിയുണ്ട് ഇനിയും. അതുപോലെ ഇനോക്കുലം ഒരു 3 മാസം വരെയാണ് അതിൻ്റെ ഡേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞാലും ഉപയോഗിക്കാറുണ്ട്, ഞാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനോക്കുലം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ചരിച്ചോറ്, സാധാ ചരിച്ചോറ്, വില കുറഞ്ഞ് കിട്ടുന്ന ചരിച്ചോറിനായാലും മതി. ബ്രിക്സ് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ചരിച്ചോറ് കിട്ടാത്തവർക്ക് ബ്രിക്സ് വാങ്ങിച്ചിട്ട് കുതിർത്തിട്ട് ഇട്ടാലും മതി. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി, അധികം ഒന്നും ഇടണ്ട, അതുകൊണ്ടൊന്നും പൊടിഞ്ഞു പോകുന്നില്ല. കുറച്ച് വറ്റായാലും അതുപോലെ മാങ്ങണ്ടി ആയാലും അതൊന്നും പുറത്തേക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധനം പുറത്തേക്ക് കളയണ്ട. നമ്മളിതേപോലെ ഓപ്പണായിട്ട് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ ചൂടുകാലത്ത് കുറച്ച് കുറവാണെങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് BSF ലാർവകൾ കിട്ടും. ഈ ലാർവകൾ നമ്മളിങ്ങനെയുള്ള കോഴികൾക്ക് കൊടുത്തു നോക്കി എത്ര തീറ്റക്കാശ് ലാഭിക്കാമെന്ന് പറയാം. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഈ കുറച്ച് ചരിച്ചോറ് നഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അത് ചിലവാക്കുന്നതിനാണ് ഇത്രയും ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസ്കരിക്കുകയാണെങ്കിൽ ഈ ഒരു ശീലം നമ്മുടെ ഭാവി തലമുറയ്ക്ക്, ഇപ്പോൾ കുറച്ച് 2 വറ്റാണ്, പിന്നീടൊക്കെ വേസ്റ്റൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫലപ്രദമായി പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം മഴ കൊള്ളാതെ വരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അടുക്കളയിൽ ബാക്കി വരുന്നത് സംസ്കരിച്ച് അതിൽ നിന്നും വിലപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച പുഴുക്കളൊക്കെ നമുക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു കാശ് ലാഭിക്കാമെന്നറിയാം. നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്നത് ഒന്നും ഇനി പുറത്തേക്ക് വലിച്ചെരണ്ട. ഇതുപോലത്തെ വാവട്ടം കൂടിയിട്ടുള്ളൊരു പാത്രത്തിലിട്ട് വെക്കുക. എപ്പോഴേലും ഒരു ചരിച്ചോറ് ഒരു പ്രാവശ്യം മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പി ഉപയോഗിക്കുന്നുണ്ട്. ഈ കമ്പി വെച്ചിട്ടാണ് ഞാനിത് ഇളക്കുന്നത്. കമ്പി വെച്ചിട്ടൊന്ന് അടിമേലെ മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വായുസഞ്ചാരം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ, ഇതൊക്കെ എത്ര പെട്ടെന്നാണെന്ന് കമ്പോസ്റ്റ് ആവും. ഇന്നലെ വരെ ഇട്ടിട്ടുള്ള വേസ്റ്റ് ഇതിലുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ വെച്ച് കൊടുത്ത് കുറച്ച് ചരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും നമ്മുടെ. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഉപയോഗിക്കാം.